+1 ഫിസിക്സിലെ ഡയമെൻഷണൽ അനാലിസിസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്താണ്, ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഡയമെൻഷൻ അനാലിസിസിൻ്റെ യൂസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിലെ ഫസ്റ്റ് യൂസാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻ ഇക്വേഷൻ ഈസ് കറക്റ്റ് only if the dimensions of each term on either side of the equation are equal. ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡുകളുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്, LHS ആൻഡ് RHS. ഇവിടെ LHSലെയും RHSലെയും ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ആൻ ഇക്വേഷൻ ഈസ് കറക്റ്റ് only if the dimensions of each term on either side of the equation are equal. ഇനി റൈറ്റ് സൈഡിൽ ഒന്നിൽ കൂടുതൽ ടേമുകൾ ഉണ്ടെങ്കിൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കണം. ഡയമെൻഷൻ ഓഫ് ഓൾ ദ ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ ആർ സെയിം, ദെൻ ദ ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ഡയമെൻഷനലി ഹോമോജിനസ് ഓർ ഡയമെൻഷനലി കറക്റ്റ്. ഇങ്ങനെയുള്ള ഇക്വേഷനുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡയമെൻഷനലി ഹോമോജിനസ് അല്ലെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഡയമെൻഷനുകൾ സെയിം ആയിരിക്കണം. ഇനി റൈറ്റ് സൈഡിൽ ഒന്നിൽ കൂടുതൽ ടേമുകൾ ഉണ്ടെങ്കിൽ അതിലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷന് ഈക്വൽ ആയിരിക്കണം. Principle of homogeneity. This is the principle used in dimension analysis. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡയമെൻഷൻ അനാലിസിസിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്, ആ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് സ്ഥിരമായി ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് പ്രിൻസിപ്പിൾ നോക്കാം. For the correctness of an equation, the dimensions on both sides of the equation must be same. This is called principle of homogeneity. ഒരു ഇക്വേഷൻ കറക്റ്റ് ആകണമെങ്കിൽ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ആ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലെയും ഡയമെൻഷനുകൾ ഈക്വൽ ആയിരിക്കണം. ഇതാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഫോർ ദ കറക്റ്റ്നസ് ഓഫ് ആൻ ഇക്വേഷൻ, ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു ഇക്വേഷൻ എങ്ങനെ ഡയമെൻഷനലി കറക്റ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഹോമോജിനിറ്റി ചെക്ക് ചെയ്യുക, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ V is equal to U plus 80. V is equal to U plus 80 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെ വെലോസിറ്റി ടൈം റിലേഷനാണ് തന്നിരിക്കുന്നത്. ഇതിലെ U എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നു, V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ആൻഡ് A ആക്സിലറേഷൻ, T ടൈമിനെ. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഗിവൺ V is equal to U plus 80. തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എഴുതുന്നു V is equal to U plus 80. According to the principle of homogeneity, if the dimensions of each term on both sides of the equation are same, then the equation is dimensionally correct. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം എന്നാണ് ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, റൈറ്റ് സൈഡിൽ രണ്ട് ടേമുകളുണ്ട്. U എന്ന് പറയുന്ന ഒരു ടേമുണ്ട്, AT എന്ന് പറയുന്ന ടേമുണ്ട്. പ്ലസോ മൈനസോ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമുകൾ രണ്ട് ടേമുകളായിട്ട് നമ്മൾ പ്ലസോ മൈനസോ ടേമുകൾക്കിടയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഓരോ ടേമായിട്ട് പരിഗണിക്കും. മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണെങ്കിൽ അത് ഒറ്റ ടേമായിരിക്കും. ഇവിടെ U എന്ന് പറയുന്ന ഒരു ടേമും AT എന്ന് പറയുന്ന ഒരു ടേമും ഉണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് ടേമുകളുണ്ട്. ഇവിടെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷന് ഈക്വൽ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ലെഫ്റ്റ് സൈഡിൻ്റെ ഡയമെൻഷൻ LHS. ഡയമെൻഷൻ ഓഫ് LHS നമുക്കറിയാം, ഡയമെൻഷനെ സൂചിപ്പിക്കാൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു വിയുടെ ഡയമെൻഷൻ. V എന്ന് പറയുന്നത് ഇവിടെ ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
എന്താണ് എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു -1. അപ്പം എം എൽ ടി റേസ് ടു എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ്, അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് സിമ്പിളായിട്ട് എൽ ടി റേസ് ടു -1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടി എൽ റേസ് ടു -1 എം റേസ് ടു 0 ടി റേസ് ടു -1 എന്ന് കിട്ടി. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് നോക്കണം. യു എന്ന് പറയുന്ന ഈ ടേം ഉണ്ട്, യുവിൻ്റെ ഡയമെൻഷൻ ആദ്യം കണ്ടുപിടിക്കണം. പ്ലസ് എ ഇൻറ്റു ടി, എയുടെ ഡയമെൻഷൻ ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ. ഇവിടെ നോക്കുക, യു എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, അതുകൊണ്ട് ഇതേ ഡയമെൻഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി ആയാലും ഫൈനൽ വെലോസിറ്റി ആയാലും വെലോസിറ്റി എന്ന ടേമിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നു എൽ റേസ് ടു എൽ റേസ് ടു 1 എം റേസ് ടു 0 ടി റേസ് ടു -1. ഇപ്പോൾ യുവിൻ്റെ ഡയമെൻഷൻ നമുക്ക് ലഭിച്ചു. ഇനി എ എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽ ടി റേസ് ടു -2, എമ്മിൻ്റെ വാല്യൂ 0 ആണ്. എൽ ടി റേസ് ടു -2. ദെൻ ടി ടൈമാണ്, അവിടെ എം 0 ആണ്, എൽ 0 ആണ്, ടിയുടെ പവർ മാത്രം 1 ആണ്, ടി റേസ് ടു 1. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുവാണ്. ഇവിടെ എൽ 1 എം റേസ് ടു 0 ടി റേസ് ടു -1. ദെൻ ഇവിടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൽ എം റേസ് ടു 0 ടി റേസ് ടു -2 പ്ലസ് 1 -1 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക, കിട്ടിയ രണ്ട് ടേമിൻ്റെയും ഡയമെൻഷൻസ് ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനിന് ഈക്വൽ ആണ്. റൈറ്റ് സൈഡിലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനിന് ഈക്വൽ ആണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് നമുക്ക് പറയാം. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. Therefore, the given equation is dimensionally correct. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഡയമെൻഷനുകൾ ഈക്വൽ ആയിട്ട് ലഭിച്ചു. അതുകൊണ്ട് തന്നിരിക്കുന്ന ഈ റിലേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. Check the correctness of physical equation F is equal to mv square by r, where F is a centripetal force acting on the body of mass m, performing uniform circular motion along a circle of radius r with speed v. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. F is equal to mv square by r. F എന്ന് പറയുന്ന ഫോഴ്സ്, m മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, v വെലോസിറ്റി ആൻഡ് r റേഡിയസ്. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ ആർ സെയിം, ദെൻ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുന്നു. ഡയമെൻഷൻ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സിൻ്റെ ഡയമെൻഷനാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം എൽ ടി റേസ് ടു -2, എം എൽ ടി റേസ് ടു -2. ദെൻ റൈറ്റ് സൈഡിലെ കണ്ടുപിടിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് ടേമുകൾ എം വി സ്ക്വയർ ബൈ ആർ, ഒറ്റ ടേമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. എം വി സ്ക്വയർ ബൈ ആർ നോക്കുക, എമ്മിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ആർ. നമുക്ക് ഇങ്ങനെ ചെയ്യാം. എമ്മിൻ്റെ ഡയമെൻഷൻ, എം എന്ന് പറയുന്ന മാസാണ്, അപ്പോൾ ക്യാപിറ്റൽ എം. വി എന്ന് പറയുന്ന എൽ ടി റേസ് ടു -1 ആണ്, അതിൻ്റെ സ്ക്വയർ എൽ ടി റേസ് ടു -1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണ്, അതുകൊണ്ട് ഡിവൈഡ് ബൈ എൽ. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം, അതുപോലെ എൽ സ്ക്വയർ എന്നാണ് വരുന്നത്. എൽ സ്ക്വയർ ബൈ എൽ എന്ന് വരും. എൽ സ്ക്വയർ ബൈ എൽ എന്ന് പറയുമ്പോൾ എൽ എം നമുക്ക് ലഭിക്കും. അതുപോലെ ടി റേസ് ടു -1 ഓൾ സ്ക്വയർ, ടി റേസ് ടു -2 എന്ന് ലഭിക്കും. അപ്പം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലെ എം എൽ ടി റേസ് ടു -2 എന്ന് ലഭിച്ചു. റൈറ്റ് സൈഡിലെ ഡയമെൻഷനും എം എൽ ടി റേസ് ടു -2 എന്ന് ലഭിച്ചു. വി ഹാവ് dimension of LHS is equal to dimension of RHS. Therefore, the equation is dimensionally correct. ഒരിക്കലും ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾ പറയാം. ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് പറയരുത്. ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ലഭിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുമ്പോൾ അത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥ ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് അറിയില്ല. Check the correctness of the equation x is equal to ut plus a t cube. X is equal to ut plus a t cube, where x is displacement,
u initial velocity, a acceleration and t time. നമുക്ക് തന്നിരിക്കുന്നുണ്ട് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ എല്ലായിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. സ്മോൾ ടി ടൈം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി ആണ് ഡയമെൻഷൻ. എ ആക്സിലറേഷൻ ആണ്, എൽ ടി റേസ് ടു -2 ആണ്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് അതിൻ്റെ ബോത്ത് സൈഡ്സിലെ ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഹോമോജിനസ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ ഡയമെൻഷൻ ഓഫ് LHS is equal to dimension of U. സോറി, ഇക്വേഷൻ എക്സ് ആണ്. ഇവിടെ LHS is equal to dimension of x എന്നാണ് വരേണ്ടത്, മിസ്റ്റേക്കാണ്. ഡയമെൻഷൻ ഓഫ് LHS is equal to dimension of x ആണ്, ഇവിടെ U അല്ല, പകരം x ആണ്. അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് L എന്ന് ലഭിക്കും. ഡയമെൻഷൻ ഓഫ് x is equal to L. ദെൻ റൈറ്റ് സൈഡിലെ നമ്മൾ നോക്കാം. റൈറ്റ് സൈഡിലെ ഡയമെൻഷൻ നോക്കുകയാണ് U ഇൻറ്റു ടി. യുവിൻ്റെ നമുക്ക് പ്ലസ് എ ടി ക്യൂബ്. യു ഇൻറ്റു ടി, യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയാണ്, എൽ ടി റേസ് ടു -1 എന്ന് വരും, ഇൻറ്റു ഒരു ടിയും കൂടെ ഉണ്ട്. അപ്പോൾ എൽ ടി റേസ് ടു -1 ടി ക്യാൻസലായി പോകും. പിന്നെ നമുക്കിവിടെ എൽ എന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫസ്റ്റ് ടേമിൽ നമുക്ക് എൽ എന്ന് ലഭിക്കും. സെക്കൻഡ് ടേം നോക്കാം. എൽ ടി റേസ് ടു -2 ഇൻറ്റു ടി ക്യൂബ്, ടി റേസ് ടു 3 ടി റേസ് ടു -2, അപ്പം 3 -2, അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. എൽ ടി എന്ന് ലഭിക്കും. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നമുക്ക് എൽ എന്നും സെക്കൻഡ് ടേമിൽ നമുക്ക് എൽ ടി എന്നുമാണ് ലഭിക്കുന്നത്. ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാണ്. റൈറ്റ് സൈഡിൽ ഒരു ടേമിന് മാത്രമേ നമുക്ക് എൽ കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ടേമിൻ്റെ ഡയമെൻഷൻ ഡിഫറൻ്റ് ആണ്. therefore dimension of LHS not equal to RHS. രണ്ട് ടേമിൻ്റെ എത്ര ടേമുണ്ടോ ആ ടേമിൻ്റെ എല്ലാ ഡയമെൻഷൻസ് ലെഫ്റ്റ് സൈഡിലേന് ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഒരു ടേമിൻ്റെ മാത്രമേ ഈക്വൽ ആയിട്ട് ലഭിച്ചിട്ടുള്ളൂ, സെക്കൻഡ് ടേമിലേത് ഡിഫറൻ്റ് ആണ്. therefore dimension of LHS not equal to dimension of RHS. therefore the equation is dimensionally not correct. Check the consistency of expression. Escape velocity. Escape velocity യുടെ എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്. v is equal to root of 2gm divided by r. ഇതിലെ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ, കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ തന്നെയാണ് മീനിങ്. അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന ടേം, ഇവിടെ എം എന്ന് പറയുന്ന മാസാണ്, ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്. അപ്പോൾ ജി എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്, എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു. ഡയമെൻഷൻ ഓഫ് LHS വി ആണ്, വെലോസിറ്റി ആണ്, എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു എൽ ടി റേസ് ടു -1. ദെൻ റൈറ്റ് സൈഡിൽ നമുക്ക് കണ്ടുപിടിക്കുകയാണ് റൂട്ട് ഓഫ് 2 ഇൻറ്റു ജി ഇൻറ്റു എം ഡിവൈഡ് ബൈ ആർ. ഇവിടെ 2 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, നമ്പേഴ്സിന് നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. പിന്നെ നമുക്കുള്ളത് ജി ആണ്. ജിയുടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 ഇൻറ്റു വീണ്ടും ഇവിടെ ഒരു എം ഉണ്ട്, ആ എം ആണ് ഇവിടെ തന്നിരിക്കുന്നത്, എം ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ്, അത് ലെങ്ത്, അതിൻ്റെ ഡയമെൻഷൻ എല്ലാം. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന ടേമുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എം റേസ് ടു -1 വരുന്നുണ്ട്, എം റേസ് ടു 1 വരുന്നുണ്ട്, എം റേസ് ടു +1ഉം എം റേസ് ടു -1 ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. എൽ ക്യൂബ് ഉണ്ട്, ഡിവൈഡ് ബൈ എൽ ഉണ്ട്, അപ്പോൾ നമുക്കിവിടെ എൽ സ്ക്വയർ എന്ന് ലഭിക്കും. മുകളിലുള്ള വരിയിൽ താഴത്തെ വരിയിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എൽ സ്ക്വയർ ടി റേസ് ടു -2. അപ്പോൾ റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്നാണ് ലഭിക്കുന്നത്. റൂട്ട് ഓഫ്, ഈ റൂട്ട് രണ്ട് ടേമിനും കോമൺ ആണ്, റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി റേസ് ടു -2 നമുക്ക് ലഭിക്കും. അതായത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, എൽ സ്ക്വയർ റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എൽ സ്ക്വയർ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ എൽ ടി റേസ് ടു -1 എന്നാണ് ലഭിക്കുന്നത്. എൽ സ്ക്വയറിൻ്റെ റൂട്ട് എൽ എന്ന് കിട്ടും, ടി റേസ് ടു -2ൻ്റെ റൂട്ട് ടി റേസ് ടു -1 എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, എം റേസ് ടു 0, എമ്മിൻ്റെ പവറൊന്നും വന്നിട്ടില്ല, എം റേസ് ടു 0, എൽ സ്ക്വയറിൻ്റെ റൂട്ട് എൽ ആണ്, അതുകൊണ്ട് എൽ റേസ് ടു 1, ടി റേസ് ടു -2ൻ്റെ റൂട്ട് ടി റേസ് ടു -1 ആണ്. നോക്കുക, ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഡയമെൻഷൻസ് ഈക്വൽ ആണ്. ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS.
Therefore, the given formula is dimensionally correct. Check the correctness of the equation y is equal to a sin 2 pi t divided by t. Y displacement of the particle, a amplitude, t instantaneous time and capital T time period. Dimension of LHS y ആണ്, അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ L ആണ്. ഡയമെൻഷൻ ഓഫ് RHS നമുക്ക് കണ്ടുപിടിക്കണം. a ഇൻറ്റു സൈൻ 2 പൈ ടി ഡിവൈഡ് ബൈ ടി ആണ്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കുമ്പോൾ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ L ആയിരിക്കും. ദെൻ സൈൻ ഇതിലെ 2 പൈ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, പൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവയ്ക്ക് രണ്ടിനും ഡയമെൻഷൻ ഇല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 2 പൈ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്കുള്ളത് സ്മോൾ ടി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി ആണ്. ടി എന്ന് പറയുന്ന ടൈം പീരീഡ് ആണ്, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ടൈം പീരീഡും സ്മോൾ ടി എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ടൈമാണ്. രണ്ടും ടൈമാണ്, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻസ് ടി ബൈ ടി നമുക്ക് കിട്ടും. അപ്പം സൈൻ 1 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സൈൻ ഓഫ് നമ്മൾ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈൻ ടി ബൈ ടി എന്ന് പറഞ്ഞാൽ സൈൻ 1 ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്ന ടൈം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, അതിനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് RHSൽ ഡയമെൻഷൻ ഓഫ് L തന്നെയാണ് ലഭിക്കുന്നത്. നോക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷൻ തന്നെയാണ് റൈറ്റ് സൈഡിൽ ലഭിച്ചിരിക്കുന്നത്. Therefore, the dimension of LHS is equal to dimension of RHS. Question is dimensionally correct. Next equation, y is equal to a into O2 into sin 2 pi by t plus cos 2 pi by t. Y displacement, a amplitude, t instantaneous time, capital T time period. നമ്മളിപ്പോൾ ചെയ്ത എക്സാമ്പിൾ പോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ y ആണ്, അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, എല്ലാം നമുക്ക് ലഭിക്കും. റൈറ്റ് സൈഡിൽ a ഇൻറ്റു √2 എന്ന് പറയുന്ന ടേമേ നമുക്കുള്ളൂ. ബാക്കിയുള്ളത് എന്താണ്, സൈൻ 2 പൈ ബൈ ടി. നമ്മൾ പറഞ്ഞു സൈൻ 1 എന്നും സൈൻ കോസ് 1 എന്നും ലഭിക്കും. അത് രണ്ടും നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ലെസ് ആണ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്, അതിന് ഡയമെൻഷൻ ഇല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് a ഇൻറ്റു √2, അതിൽ √2 എന്ന് പറയുന്നതും ഒരു നമ്പറായിട്ട് മാറും, അതിനെ നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഡയമെൻഷൻ ഓഫ് a മാത്രം, ആംപ്ലിറ്റ്യൂഡിൻ്റെ ഡയമെൻഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. Therefore, dimension of LHS is equal to dimension of RHS. Therefore, the given equation is dimensionally correct. In a radioactive element, the number of atoms present in a time instant t is given by n is equal to n0 e raised to minus lambda t. ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്തുള്ള ഒരു പർട്ടിക്കുലർ ടൈമിലെ അതിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആറ്റംസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന +2 ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനിലെ ടേംസ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. n ആൻഡ് n0, ഇക്വേഷനകത്ത് തന്നിരിക്കുന്ന n-ഉം n0യും നമ്പർ ഓഫ് ആറ്റംസ് ആണ്, അതല്ലെങ്കിൽ ഒരു നമ്പറാണ്, ഡി കെ കോൺസ്റ്റൻ്റ് എന്നാണ് അതുപോലെ അറിയപ്പെടുന്നത്. അതുപോലെ ലാംഡ എന്ന് പറയുന്ന ടേം, ഇവിടെ ലാംഡ എന്ന് പറയുന്ന ടേമാണ് ഡി കെ കോൺസ്റ്റൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ലാംഡ ഈസ് ദ ഡി കെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. n ആൻഡ് n0 ആർ ദ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് ലാംഡ ഈസ് ദ ഡി കെ കോൺസ്റ്റൻ്റ്. ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പർട്ടിക്കുലർ ടൈം ഏതാണോ ആ ടൈം ഇൻസ്റ്റൻ്റ് അല്ലെങ്കിൽ ടൈമാണ് ടി എന്ന് പറയുന്നത്. അപ്പോൾ n0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അതുപോലെ ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡി കെ കോൺസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ടി എന്ന് പറയുന്ന ടൈമാണ്. ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ടേം ആണ്. ചെക്ക് വെദർ ദ എബോവ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട്. തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇ റേസ് ടു മൈനസ് അല്ലെങ്കിൽ ഇയുടെ പവറായിട്ട് വരുന്ന ടേമുകൾ അല്ലെങ്കിൽ ലോഗരിതമിക് ഫങ്ഷൻസ് വരുന്ന ടേമുകൾ, ഇങ്ങനെയുള്ള റിലേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് വന്നു കഴിഞ്ഞാൽ അവയെ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ദിസ് ഇക്വേഷൻ കണ്ടെയ്ൻസ് ആൻ എക്സ്പൊണൻഷ്യൽ ടേം. ഈ റേസ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ടേം ഏതാണോ ആ ടേം എടുത്ത് എഴുതുക. ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ ടേം. ദിസ് ഇക്വേഷൻ കണ്ടെയ്ൻസ് ആൻ എക്സ്പൊണൻഷ്യൽ ടേം. ബ്രാക്കറ്റിൽ ഇ റേസ് ടു മൈനസ് ലാംഡ ടി എന്ന് എഴുതും. ഇനി ഡയമെൻഷൻ അനാലിസിസ്
is not applicable for if an equation contains exponential term. ഡയമെൻഷൻ അനാലിസിസ് എക്സ്പൊണൻഷ്യൽ ടേം വരുന്ന കേസുകളിൽ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഹോമോജിനിറ്റി ചെക്ക് ചെയ്യാനുള്ള മറ്റു കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് തനിയെ ചെയ്ത് നോക്കുക. ആൻസറുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വെരിഫൈ ചെയ്യുക. ഫസ്റ്റ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ ഓരോന്നിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ടേംസ് ഏതൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വി എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, എ ആക്സിലറേഷൻ, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ സെക്കൻഡ് ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. വി ഫൈനൽ വെലോസിറ്റി, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡി സ്ക്വയർ. ഡബ്ല്യു വർക്കാണ്, എഫ് എന്ന് പറയുന്നത് ഫോഴ്സാണ്, ഡി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 2v സ്ക്വയർ പ്ലസ് എം ടി സ്ക്വയർ. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, വി ഫൈനൽ വെലോസിറ്റി, എം മാസ്, ടി ടൈം. ദെൻ ഫിഫ്ത്ത് വൺ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇവിടെ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് കോൺസ്റ്റൻറ്റുകൾക്ക് നമ്മൾ ഡയമെൻഷൻ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കെ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. കെയ്ക്ക് ഡയമെൻഷൻ ഇല്ല. പിന്നെ ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ് വരുന്നത്. ഇവിടെ റൂട്ട് വരുന്ന കേസിൽ നമുക്ക് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ റൂട്ട് കാണാനായിട്ട് നമ്മൾ എൽ ബൈ ജി ഓൾ റേസ് ടു 1/2 എന്ന് കൊടുത്താൽ മതി. എൽ ബൈ ജി ഓൾ റേസ് ടു 1/2 എന്ന് കൊടുക്കുക. അപ്പം ഇതിൻ്റെ പവർ എൽ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ജി എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -2 ആണ്, ഓൾ റേസ് ടു 1/2 വെച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2g. എച്ച് ഹൈറ്റ്, യു ഇനീഷ്യൽ വെലോസിറ്റി, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഇക്വേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ജി എച്ച്. എം മാസാണ്, വി വെലോസിറ്റി ആണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് ഹൈറ്റ്. ഇതെല്ലാം തനിയെ ചെയ്ത് നോക്കുക. നമ്മൾ മുമ്പ് ചെയ്ത സ്റ്റെപ്പുകൾ ആദ്യമേ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക, അതിനകത്ത് ഓരോ ടേം എന്തൊക്കെയാണെന്ന് എടുത്തെഴുതുക, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ എഴുതുക, ദെൻ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക, ദെൻ റൈറ്റ് സൈഡിലെ ഓരോ ടേം, ഒരു ടേമേ ഉള്ളെങ്കിൽ ഒരുമിച്ച് എഴുതുക. അതിൻ്റെ അകത്തുള്ള നമ്പറുകളെ കോൺസ്റ്റൻറ്റുകളെല്ലാം ഒഴിവാക്കുക. ദെൻ തന്നിരിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം അവയെ സിംപ്ലിഫൈ ചെയ്യുക. ഒരേ ടേമുകൾ വരുന്നുണ്ടെങ്കിൽ ചിലപ്പം ആഡ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ ഒക്കെ കാണും. അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ദെൻ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനുമായിട്ട് ചെക്ക് ചെയ്യുക. ഇനി റൈറ്റ് സൈഡിൽ ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ലെഫ്റ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് സൈഡിലെ ഡയമെൻഷനും ഈക്വൽ ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ അത് ഡയമെൻഷനിൽ കറക്റ്റ് ആയിരിക്കും, അല്ലാത്തതെല്ലാം നോട്ട് കറക്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സാമ്പിളിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 3 W is equal to FD square. Then question number 4 X is equal to 2V square plus MT square. ഇത് രണ്ടും ഡയമെൻഷനിൽ നോട്ട് കറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ബാക്കിയെല്ലാം ഡയമെൻഷനിൽ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വെരിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 ഡയമെൻഷനിൽ നോട്ട് കറക്റ്റ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാമിന് ഈ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. ഫൈനൽ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹോമോജീൻസ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിളാണ്, അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എക്സാമിന് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബുക്കിലേക്ക് എഴുതി നോക്കണം. നമുക്ക് കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ ഒരു പുതിയൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവണം. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഓരോ എക്സാമ്പിളും ബുക്കിലേക്ക് എഴുതി തനിയെ ചെയ്ത് ആൻസർ വെരിഫൈ ചെയ്യുക. താങ്ക് യു.